ഹായ് ഓൾ വെൽക്കം ടു എക്സ്റ്റൻഡ് ലേണിംഗ്. അപ്പോൾ നമ്മൾ സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിലെ ജെയ്മീൻസ് 2025 ജാനുവരിയിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. സോ അധികം ക്വസ്റ്റൻസ് വെച്ചാൽ ഏതാണ്ട് 6 ക്വസ്റ്റൻസ് ആണ് ടോട്ടൽ ജെയ്മീൻസ് 2025 ജാനുവരിയിൽ ടോട്ടൽ സർക്കിൾസിന് മാത്രമായിട്ട് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം സർക്കിൾസിന് മാത്രമായിട്ട് ഒരിക്കലും ക്വസ്റ്റൻസ് ചോദിക്കില്ല, അത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ ലിങ്ക് ചെയ്തിട്ടായിരിക്കും പല പല ക്വസ്റ്റൻസും ചോദിക്കുന്നത്. ഓക്കെ, കൂടുതലും അത് കോണിക് സെഷൻസിലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ ലിങ്ക് ചെയ്തായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അങ്ങനെ സബ്ജക്ട്സിൽ ഈ 3 സബ്ജക്ട്സിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ചാപ്റ്റർ വൈസ് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. 3 പ്ലേലിസ്റ്റിലായി നമ്മൾ ഫുൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോയും നോക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്കിൾസിലെ ക്വസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. സോ സർക്കിൾസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് എ സർക്കിൾ സി ഓഫ് റേഡിയസ് 2 ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് ടച്ചിങ് ബോത്ത് കോർഡിനേറ്റ് ആക്സിസ്. രണ്ട് കോർഡിനേറ്റ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ ഉണ്ട്. അതിന്റെ റേഡിയസ് 2 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. സോ ഇതാണ് നമ്മുടെ സർക്കിൾ വരാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ റേഡിയസ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഡിസ്റ്റൻസ് 2 ആണ്, ഈ ഡിസ്റ്റൻസും 2 ആണെന്ന് അറിയാം. ഇതിൻ്റെ പോയിന്റ് വരാൻ പോകുന്നത് എന്ന് സെൻറ്റർ എന്നുള്ള പോയിന്റ് വരാൻ പോകുന്നത് -2, -2 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ റേഡിയസ് 2 ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ ടച്ചസ് ദ ബോത്ത് കോർഡിനേറ്റ് ആക്സിസ്. ലെറ്റ് ആർ ബി ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ദാറ്റ് ഹാസ് സെൻറ്റർ അറ്റ് 2,5. 2,5 എന്നുള്ള പോയിന്റിൽ വേറെ സെൻറ്ററുള്ള ഒരു സർക്കിൾ ഉണ്ട്. 2 ഓക്കെ, 2,5 എന്നുള്ള പോയിന്റിൽ വേറൊരു സെൻറ്ററിൽ വേറൊരു സർക്കിൾ ഉണ്ട്. അതിൻ്റെ റേഡിയസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇൻ്റർസെക്ട് അറ്റ് എക്സാക്ട്ലി 2 പോയിന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഓഫ് ആർ ഇൻ ദ ഇൻ്റർവെൽ ആൽഫ ബീറ്റ. ഇതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ആറിൻ്റെ ഇൻ്റർവെൽ ആണ് ആൽഫ ബീറ്റ സച്ച് ദാറ്റ് ഇവർ 2 പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ വരാൻ പോകുന്നത് ഇതാണ്. ഇങ്ങനെ ഒരു സർക്കിൾ. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ ഒന്നും കറക്റ്റ് വരച്ചിട്ടില്ല. സോ ഇവിടെ 2 പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ റേഡിയസിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതായിരിക്കും. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആയിരിക്കും റേഡിയസിൻ്റെ മിനിമം വാല്യൂ. ഏറ്റവും മാക്സിമം വാല്യൂ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ഏറ്റവും മിനിമം വാല്യൂ എന്ന് വെച്ചാൽ ആർ മിനിമം എന്ന് വെച്ചാൽ 2 സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഈ സെൻറ്റർ 1 ടു സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിൽ നിന്നും ഈ 6 മൈനസ് ചെയ്തതാണ്. ഓക്കെ, സോ ബേസിക്കലി ഈ സെൻറ്റർ 1 ഞാൻ C1 എന്ന് വിളിക്കാം, ഇതിന് ഞാൻ C2 എന്ന് വിളിക്കാം. C1 C2ൽ നിന്നും ഒരു 6 കുറച്ചാണ്, എന്ന് വെച്ചാൽ 2 കുറച്ചാണ്. 2 ആണ് ഇതിൻ്റെ റേഡിയസ് വരാൻ പോകുന്നത്. ഇതിൻ്റെ മാക്സിമം എന്താണെന്ന് വെച്ചാൽ C1 C2ൽ നിന്നും ഒരു 2 അങ്ങ് ആഡ് ചെയ്തതാണ്. C1 C2ൽ നിന്നും ഒരു 2 കൂടി ആഡ് ചെയ്താൽ നമുക്ക് മാക്സിമം റേഡിയസ് ഉള്ള ഒരു വാല്യൂ. ഏറ്റവും മിനിമം വാല്യൂ എന്ന് വെച്ചാൽ C1 C2ൽ നിന്നും ഒരു 2 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ ഇങ്ങനെ ഒരു സർക്കിളും കിട്ടി. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ വരുന്ന ഏത് റേഡിയസ് വന്നാലും എക്സാക്ട്ലി 2 പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നതായിരിക്കും ഓർ ഇൻ്റർസെക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. R = C1 C2. സോ ഇതിൻ്റെത് -2 ആണ്, ഇത് 2,5 ആണ്. അങ്ങനെയാണെങ്കിൽ C1 C2 എന്നുള്ള ഡിസ്റ്റൻസ് വരാൻ പോകുന്നത് എന്തായിരിക്കും? √ ഓഫ് 2 - 2 എന്ന് വെച്ചാൽ 4² + 5 7². അപ്പോൾ എത്ര വരും? √ ഓഫ് 16 + 49. 2 കൂടി കൂട്ടിയാൽ 65 കിട്ടും. ഓക്കെ, √65 ആയി. ഇനി R1 - R2. ഓക്കെ, ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടല്ലേ. ഞാൻ ഇത് -2 എന്ന് എഴുതി, സോറി. അത് -2 അല്ല, അതിൻ്റെ വാല്യൂ വരിക അത് 2 ആയിരിക്കും. യെസ്, ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്കാണ്. യെസ്, സോ √ ഓഫ് 4² + 3², അതായത് 5 ആയിരിക്കും C1 C2 വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ R മിനിമം എന്ന് വെച്ചാൽ ആൽഫ എന്ന് വെച്ചാൽ R മിനിമം ആണ്. അതിൻ്റെ വാല്യൂ എന്താ വരിക? അത് C1 C2 -2 എന്ന് വെച്ചാൽ 3 ആയിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ ബീറ്റ എന്ന് വെച്ചാൽ എന്താ വരാൻ പോകുന്നത്? C1 C2 + 2 ആയിരിക്കും, അത് 7 ആയിരിക്കും. സോ 3 ബീറ്റ - 2 ആൽഫയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ 3 × 7 21 - 6 ചെയ്താൽ നമുക്ക് 15 എന്നുള്ള വാല്യൂ കിട്ടും.
സെക്കൻഡ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ രണ്ട് സർക്കിൾസ് തമ്മിലുള്ള ഇന്റർസെക്ഷൻ പോയിന്റ് അത് എത്ര ഉണ്ടായിരിക്കും, അത് ബന്ധപ്പെടുത്തുന്ന ഇക്വേഷൻ എന്താണ്, C1 C2 R1 R2 തമ്മിലുള്ള കണക്ഷൻ എന്താണ്, അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. അത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ലെറ്റ് ദി ആർക്ക് AC of the circle subtend right angle at the center of. ഓക്കെ, സോ AC എന്നുള്ള ഒരു ആർക്ക് ഉണ്ട്. ഓക്കെ, AC എന്നുള്ളൊരു ആർക്ക് ഉണ്ട്. ഓക്കെ, സെന്റർ O ആണ്. ഇതാണ് A, ഇതാണ് C. ഓക്കെ, if the point B is on the arc, okay, ഇവിടെ ഒരു B എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, divides the arc in the ratio length of arc AB by length of arc BC. എന്ന് വെച്ചാൽ ഈ ആർക്കിന്റെ ഡിവൈഡ് ബൈ ഈ ആർക്ക് ചെയ്താൽ നമുക്ക് 1/5 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു വെക്റ്റർ ഇക്വേഷൻ ഉണ്ട്, ആൽഫ പ്ലസ് ഈ ബീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ B എന്നുള്ള പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ B എന്നുള്ള പോയിന്റ് ഉണ്ട് സച്ച് ദാറ്റ് ഈ ആർക്ക് ഡിവൈഡ് ബൈ ഈ ആർക്ക് എന്ന് വെച്ചാൽ 1/5 ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഓക്കെ, യെസ്, അത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. സോ ആർക്ക് ലെങ്ത് അതിൻ്റെ ആംഗിളിനോട് പ്രൊപ്പോർഷണൽ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആർക്ക് ലെങ്ത് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു തീറ്റ എന്ന് നമുക്കറിയാം. സോ അങ്ങനെയാണെങ്കിൽ ഈ തീറ്റയും എന്തായിരിക്കും 1:5 റേഷ്യോയിലായിരിക്കും. സോ ഇതിന് നമുക്കൊരു തീറ്റ എന്നങ്ങ് വിളിക്കാം, ഇതിനൊരു 5 തീറ്റ എന്നങ്ങ് വിളിക്കാം. രണ്ടും കൂടി ആഡ് ചെയ്താൽ 6 തീറ്റ ഈക്വൽ ടു π/2 ആണ്. സോ തീറ്റ ഈക്വൽ ടു π/12 ആയിരിക്കും. ഓക്കെ, സോ ഇത് π/12 ആണെന്ന് പറയാം. ഇനി നമുക്ക് ഈ B എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കിട്ടും, അല്ലെങ്കിൽ OA OB OC എന്നുള്ള വെക്ടേഴ്സ് കിട്ടണം. OA എന്താണെന്ന് നമുക്കറിയാം. ഞാൻ ഇതിൻ്റെ റേഡിയസ് ഞാൻ ഒരു 6 തന്നെ വിളിക്കാം. ഓക്കെ, വേറെ 6 എന്നുള്ള ക്വസ്റ്റ്യനിൽ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. സോ RI എന്നായിരിക്കും ആ വെക്ടർ വരാൻ. ഓക്കെ, R × I ക്യാപ്പ്. ഇനി അടുത്ത OC എന്താണെന്ന് നമുക്കറിയാം, അത് R × J ക്യാപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത OB എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. OB എന്താ കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? OB നമുക്ക് ഇങ്ങോട്ടൊരു വര വരക്കാം. യെസ്, ഒരു പ്രൊജക്ഷൻ ഇങ്ങോട്ട് അങ്ങ് എടുക്കാം. യെസ്, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് വരാൻ പോകുന്നത് R cos തീറ്റ ആയിരിക്കും. ഈ ഒരു ഇത് വരാൻ പോകുന്നത് R sin തീറ്റ ആയിരിക്കും. ഓക്കെ, R cos തീറ്റ R sin തീറ്റ. സോ ആ R cos തീറ്റ R sin തീറ്റ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. എന്ന് വെച്ചാൽ R cos തീറ്റ I പ്ലസ് R sin തീറ്റ J ആയിരിക്കും OBൻ്റെ വെക്ടർ വരാൻ പോകുന്നത്. സോ cos തീറ്റ sin തീറ്റ എന്ന് വെച്ചാൽ cos π/12 ആൻഡ് sin π/12. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് cos 2 തീറ്റ ഈക്വൽ ടു 2 cos സ്ക്വയർ തീറ്റ -1. അതിൽ തീറ്റക്ക് π/12 കൊടുക്കാം. അപ്പോൾ ഇവിടെ cos π/6 കിട്ടും. cos π/6ൻ്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ പറയുക? യെസ്, √3/2 ഈക്വൽ ടു 2 cos സ്ക്വയർ π/12 -1. സോ ഈ വാല്യൂ അങ്ങോട്ട് പോയാൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഇത് +1 ആവും. സോ 2 + √3 ഡിവൈഡഡ് ബൈ 4 യെസ് ഈക്വൽ ടു cos സ്ക്വയർ π/2. 2 + √3 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു cos സ്ക്വയർ π/2. ഓക്കെ, എന്നാൽ പിന്നെ sin സ്ക്വയർ π/12ൻ്റെ വാല്യൂ എന്തായിരിക്കും? sin സ്ക്വയർ π/12ൻ്റെ വാല്യൂ വരെ വന്ന് നമുക്ക് നേരെ 1 മൈനസ് ചെയ്താൽ മതി. സോ 2 - 3 ഡിവൈഡഡ് ബൈ 4. ഇതിന് നേരെ 1 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ 2 - √3/4 ആയിരിക്കും. അപ്പോൾ നമ്മൾ കോസിൻ്റെ സൈൻ്റെ വാല്യൂസ് കിട്ടി, എന്ന് വെച്ചാൽ sin തീറ്റ cos തീറ്റ വാല്യൂസ് കിട്ടി. അപ്പോൾ നമുക്ക് OA കിട്ടി, OC കിട്ടി, OB നമുക്ക് ഇവിടെ എഴുതാം R cos തീറ്റ I പ്ലസ് R sin തീറ്റ J. സോ ആറിന് ഞാൻ ഇവിടെ കോമൺ എടുക്കാൻ പോവാണ്. R × ഓക്കെ, ഈ 2 ഇവിടെ വരാൻ പാടില്ലല്ലോ. യെസ്, എന്തോ കാരണവശാലും അവിടെ വന്നോ. R × cos തീറ്റ I പ്ലസ് sin തീറ്റ J. cos തീറ്റ എന്താ വരാൻ പോകുന്നത്?
ഇതിൻ്റെ നേരെ റൂട്ടാണ് റൂട്ട് ഓഫ് 2 + √3/2 × I പ്ലസ് സൈൻ തീറ്റ എന്താ വരാൻ പോകുന്നത് റൂട്ട് ഓഫ് 2 - √3 /2 × J. ഓക്കെ, ഇതാണ് നമ്മുടെ കേസ് വരാൻ പോകുന്നത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് OC = α OA + β × OB എന്നാണ്. അത് നമ്മൾ നേരെ കമ്പയർ ചെയ്യുമ്പോൾ ഈ 6 എല്ലാം ടോട്ടലി കട്ടായി പോയിക്കോളും, റേഡിയസ് ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. ഇനി നമുക്ക് α × OA ചെയ്താൽ α × R പ്ലസ് ബീറ്റ × OB, ബീറ്റ × ദിസ് വാല്യൂ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് OC കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ OCൻ്റെ കാര്യത്തിൽ ഇവിടെ ഐ ക്യാപ്പിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല. സോ ബേസിക്കലി അത് നമുക്ക് കമ്പയർ ചെയ്താൽ ഐ ക്യാപ്പിൻ്റെ വാല്യൂസ് മാത്രം എടുത്താൽ ഇവിടെ 0 ആയിരിക്കും, ഇവിടെ ആൽഫ ആയിരിക്കും, ഇവിടെ ബീറ്റ × ദിസ് വാല്യൂ ആയിരിക്കും. സോ അത് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ × റൂട്ട് ഓഫ് 2 + √3 /2. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്താ വരിക =0 വരും. =0 വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഐ ക്യാപ്പിൻ്റെ ആൽഫയാണ്, ആൽഫ × ഐ ക്യാപ്പ് വരും. ഇവിടുത്തെ ഐ ക്യാപ്പിൻ്റെ കമ്പൗണ്ട് എന്ന് വെച്ചാൽ ബീറ്റ × ഈ വാല്യൂ വരും. ഇവിടുത്തെ ഐ ക്യാപ്പ് എന്ന് വെച്ചാൽ 0. ഇനി അടുത്ത് ജെ ക്യാപ്പിൻ്റെ കമ്പൗണ്ട് എടുത്താൽ ഇവിടെ OCൻ്റെ ഇവിടെ 1 എന്നുള്ള അല്ലെങ്കിൽ 6 എന്നുള്ള ജെ ക്യാപ്പിൻ്റെ കമ്പൗണ്ട് ഉണ്ടായിരിക്കും. ഇവിടെ ജെ ക്യാപ്പിൻ്റെ കമ്പൗണ്ട് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇവിടെ ജെ ക്യാപ്പിൻ്റെ കമ്പൗണ്ട് ഈ വാല്യൂ × ഇതായിരിക്കും. സോ ബീറ്റ × 2 - √3/2 = എന്താ വാല്യൂ വരാൻ പോകുന്നത് അത് 1 ആയിരിക്കും. = 6 ആണ്, 6 കട്ടായി പോയാൽ അവിടെ 1 മാത്രമേ ഉണ്ടായിരിക്കൂ. സോ ഇവിടെ ബീറ്റൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ബീറ്റൻ്റെ വാല്യൂ വരാൻ പോകുന്നത് 2/√2 - √3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ ഇവിടെ കൊടുത്താൽ എന്ത് സംഭവിക്കുക ആൽഫ പ്ലസ് ബീറ്റ × ബീറ്റക്ക് വരെ നമ്മൾ റിപ്ലേസ് ചെയ്യണം അല്ലേ. ഓക്കെ, ബീറ്റ × √3 - 1. ഓ യെസ്, സോ റൂട്ട് ഓഫ് 2 + √3 /2 × ബീറ്റക്ക് പകരം 2/2 - √3. ഓക്കെ, ഇത് രണ്ടും കട്ടായി പോയി. പക്ഷേ നമുക്കിവിടെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കാര്യം ചെയ്യാം, ഇവിടെ ബീറ്റനെ നമുക്കൊന്ന് കോൺജുഗേറ്റ് താഴെയുള്ള കോൺജുഗേറ്റ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 × കോൺജുഗേറ്റ് എടുത്താൽ നമുക്ക് 2 + √3 ആണ് വരാൻ പോകുന്നത്. താഴെ റൂട്ട് ഓഫ് 2 + √3. താഴെ എന്താ വരാൻ പോകുന്നത് 4 - 1 മൊത്തത്തിൽ 1 ആയി പോകും. ഓക്കെ, അപ്പോൾ പിന്നെ അതിനവിടെ വാല്യൂ ഇല്ല. ഓക്കെ, സോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ 2 × √3 + 1 നമ്മൾ സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക 4 + 2 √3 കിട്ടും. അതായത് 2 × 2 + √3 ആണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, 4 + 2 √3 അഥവാ 2 × 2 + √3. ആ 2 × 2 + √3 ആണ് ഈ വാല്യൂ. സോ 2 × 2 + √3 എന്ന് വെച്ചാൽ 2 + √3 എന്ന് വെച്ചാൽ √3 + 1 2/2 ആണ്. ഓക്കെ, ആ വാല്യൂ നമുക്ക് ഇവിടെ കൊടുത്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് ബീറ്റ = എന്ത് വാല്യൂ കിട്ടാം 2 × √3 + 1 2/2 എന്ന് വെച്ചാൽ √2 × √3 + 1. √2 × √3 + 1. ബീറ്റൻ്റെ വാല്യൂ √2 × √3 + 1. ഇതേ സംഭവം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന എന്താണ് അവിടെ √2 - √3 ആയിരുന്നു. ആ √2 - √3 എന്തായിട്ട് മാറും 2 + √3 ആയിരുന്നു. അതിൻ്റെ വാല്യൂ 2 + √3ൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ അതെന്തായി മാറും ആൽഫ പ്ലസ് ബീറ്റ × ഇതിൻ്റെ നേരെ റൂട്ട് എന്ന് വെച്ചാൽ ഈ വാല്യൂ നേരെ റൂട്ട്. സോ √3 + 1 /2 എങ്ങനെ 2 വന്നതെന്ന് വെച്ചാൽ ഇവിടെ 2 അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ റൂട്ട് എന്ന് വെച്ചാൽ ഈ നമ്പറിൻ്റെ റൂട്ട് എന്ന് വെച്ചാൽ ഇവിടെ √2 ഉണ്ടായിരിക്കും. ആ √2 ആണ് ഈ √2. ഓക്കെ, ഇത് = 0. യെസ്,
നമ്മളുടെ ഈ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യാ. അപ്പോൾ നമുക്ക് ബീറ്റിൻ്റെ വാല്യൂ കിട്ടി. യെസ്, ബീറ്റിൻ്റെ വാല്യൂ √2 × √3 + 1. സോ ആൽഫ പ്ലസ് √2 × √3 + 1 divided by 2√2. Okay, so √3 + 1 divided by 2√2 is equal to 0. So alpha plus 2√2 കൊണ്ട് ഒരു √2 കട്ടായി പോയി. ഇവിടെ √2 2 × 2. ഓക്കെ, 2 × 2 ചെയ്താൽ നമുക്ക് 4 കിട്ടും. 4√2 താഴെയുണ്ട്. മേലെ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ √3 × √3 നമുക്ക് 3 കിട്ടും. പിന്നെ ഇവിടെ 1 ഉണ്ടായിരിക്കും. അവിടെ ഒരു 2√2 കൂടെ ഉണ്ടായിരിക്കും, ഈക്വൽ 0. അതായത് ആൽഫ ഈസ് ഈക്വൽ ടു എന്താ വരാൻ പോകുന്നത്? മേലെ ഒരു 4 + 2√2 ഉണ്ട്. 4ഉം 4ഉം ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു മൈനസ് താഴെ 2√2 ഉണ്ട്. മുകളിൽ എന്താ ഉള്ളത്? 2 + √3. ഇതാണ് ആൽഫൻ്റെ വാല്യൂ. യെസ്, അങ്ങനെയാണെങ്കിൽ ആൽഫൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എന്നാൽ പിന്നെ നമുക്ക് ഫൈനൽ ആൻസറും കൂടി കണ്ടുപിടിക്കാം. ആൽഫ പ്ലസ് √2 × √3 - 1 × ബീറ്റ. ആൽഫ പ്ലസ് √2 × √3 - 1 × ബീറ്റ. എന്നാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് അങ്ങ് അപ്ലൈ ചെയ്യാം. സോ ആൽഫൻ്റെ വാല്യൂ -2 + √3 / 2√2 പ്ലസ് √2 × √3 - 1 × ബീറ്റ. ബീറ്റിൻ്റെ വാല്യൂ എന്താ വരാൻ പോകുന്നത്? ബീറ്റിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് യെസ് √2 × √3 + 1. √2 × √3 + 1. √3 + 1. ഓക്കെ, സോ ഇത് -2 + √3 മൈനസ് മൊത്തത്തിലാണുള്ളത്. -2 + √3 divided by 2√3 പ്ലസ് √2 × √2 ചെയ്താൽ നമുക്ക് 2 എന്ന് കിട്ടും. അടുത്ത് √3 - 1 × √3 + 1 ചെയ്താൽ a² - b² ആണ്. അത് നമുക്ക് 2 ആണ് കിട്ടാം. ഓക്കെ, സോ ഇത് 4 കിട്ടും. യെസ്, അപ്പോൾ നമുക്ക് ഇവിടെ വരെ കിട്ടി. ഇനി നമുക്ക് നേരെ ബീറ്റിൻ്റെ വാല്യൂ നേരെ അങ്ങ് കൊടുക്കാം. സോ ആൽഫ പ്ലസ് ബീറ്റിൻ്റെ വാല്യൂ എന്താ? √2 × √3 + 1. സോ √2 × √3 + 1 × √3 + 1 divided by 2√2 = 0. സോ √2 അങ്ങ് കട്ടായി പോയി. യെസ്, √2 കട്ടായി പോയി. സോ ആൽഫ പ്ലസ് √3 + 1 × √3 + 1 നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? √3ൻ്റെ സ്ക്വയർ 3 ആണ്. 3ഉം 1ഉം കൂടി ആഡ് ചെയ്താൽ 4 കിട്ടും. √3 × 1 പ്ലസ് √3 × 1, അപ്പോൾ നമുക്ക് 2√3 ഉണ്ട് divided by 2 = 0. എന്ന് വെച്ചാൽ ആൽഫൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത് -2 - -2 - ഇതാണ് ആൽഫൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫൻ്റെ വാല്യൂ കിട്ടി, ബീറ്റൻ്റെ വാല്യൂ കിട്ടി, ഇവിടെ ആൽഫൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഫൈനൽ ആൻസറും കൂടി കണ്ടുപിടിക്കാം. എന്താ ഫൈനൽ ആൻസർ വരാൻ പോകുന്നത്? ആൽഫ പ്ലസ് √2 × √3 - 1 × ബീറ്റ. ആൽഫ പ്ലസ് √2 × √3 - 1 × ബീറ്റ. സോ ആൽഫൻ്റെ വാല്യൂ നമുക്കറിയാം -2 - √3 പ്ലസ് √2 × √3 - 1 × ബീറ്റൻ്റെ വാല്യൂ എന്താ? √2 × √3 + 1. √2 × √3 + 1. സോ ഇത് -2 - √3, √2ഉം √2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 കിട്ടും. √3 - 1 √3 + 1 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 3² - 1 2 കിട്ടും. സോ ബേസിക്കലി -2 - √3 + 4 ആണ് ആൻസർ. 2 - √3. ഓക്കെ, ആൻസർ സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, എവിടെയെങ്കിലും എറർ വന്നാൽ മൊത്തത്തിൽ തെറ്റിപ്പോവും. അതല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, എന്നാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. യെസ്, ലെറ്റ് എ സർക്കിൾ സി ബി ദി ഇമേജ് ഓഫ് ദി സർക്കിൾ. ഈ സർക്കിളിൻ്റെ ഇമേജ് ആണ് സി എന്നുള്ള സർക്കിൾ. ഇൻ ദ ലൈൻ 2x - 3y + 5 = 0. ഓക്കെ, സോ ഈ സർക്കിളിനെ ഈ ലൈനിൽ വെച്ചുകൊണ്ട് റിഫ്ലക്റ്റ് ചെയ്യിച്ചതാണ് വേറെ ഒരു സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ലെറ്റ് എ ബി ദ പോയിന്റ് ഓൺ സി സച്ച് ദാറ്റ് ഒ ഈസ് പാരലൽ ടു എക്സ്. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് ഇത് വരച്ച് കഴിഞ്ഞാൽ ബാക്കി മനസ്സിലാവും. യെസ്, ഓക്കെ. സോ ഇതിൻ്റെ സെൻറ്റർ എവിടെയെന്ന് വെച്ചാൽ ഈ -2ൻ്റെ മൈനസ് എടുക്കുക, പകുതി എടുക്കുക, 1 ആയിരിക്കും. ഓക്കെ,
അടുത്ത് 4ന്റെ മൈനസ് എടുക്കുക, പകുതി എടുക്കുക, ഇപ്പം എന്ത് കിട്ടും? -2 കിട്ടും. സോ ഇവിടെയാണ് അതിൻ്റെ സെൻറ്റർ വരുന്നത്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ വരുന്നത് 1,-2 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ റേഡിയസ് വരുന്നത് 1² പ്ലസ് √2ൻ്റെ സ്ക്വയർ 5 വരും. 5 മൈനസ് -4 9 വരും. 9ൻ്റെ റൂട്ട് എടുത്താൽ 3 കിട്ടും. സോ റേഡിയസ് 3 ആണ്. സെൻറ്റർ വരാൻ പോകുന്നത് 1,-2. ഇതിനെ ഈ ലൈനിൽ വെച്ച് റിഫ്ലക്റ്റ് ചെയ്യിച്ചാൽ നമുക്കറിയാം സെൻറ്ററിൻ്റെ ലൊക്കേഷൻ മാറും, പക്ഷേ റേഡിയസ് ഒരിക്കലും മാറില്ല. ഓക്കെ, റേഡിയസ് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യിച്ചാൽ നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. സോ ഇതാണ് ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. അതിനെ നമ്മൾ ഏതോ ഒരു ലൈനിൽ വെച്ചിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യിക്കുക. ഓക്കെ, ഇനി നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റർ മാത്രം റിഫ്ലക്റ്റ് ചെയ്യിച്ചാൽ മതി. റേഡിയസ് നമുക്ക് ഓൾറെഡി അറിയാം. സെൻറ്ററിൻ്റെ പോയിന്റ് 1,-2. അതിനെ നമുക്ക് ഇത് വെച്ചാൽ റിഫ്ലക്റ്റ് ചെയ്യിച്ചാൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിഫ്ലക്റ്റ് ചെയ്യുന്ന പരിപാടി ഭയങ്കര സിമ്പിളാണ്. ഒരു ലൈൻ ഉണ്ട്, ഒരു പോയിന്റിനെ ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കണം. എന്ത് ചെയ്താൽ മതി? ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ കണ്ടുപിടിക്കുക, ഇതിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ കണ്ടുപിടിക്കുക. ആ ലൈൻ എന്തും കൂടി സോൾവ് ചെയ്താൽ ഈ പോയിന്റ് കിട്ടും. എന്നിട്ട് ഈ പോയിന്റിന് മിഡ് പോയിന്റ് ആണല്ലോ ഈ പോയിന്റ്. അങ്ങനെ നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് 2x മൈനസ് 3y പ്ലസ് 5 ആണ് ഈക്വൽ 0. ഇത് -1,-2. നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാക്കുക. ഓക്കെ, ആ ലൈൻ്റെ ഇക്വേഷൻ വരാൻ പോകുന്നത് ഇതിൻ്റെ സ്ലോപ്പ് എന്താ വരിക? 2/3 ആയിരിക്കും. -a/b 2/3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇതിൻ്റെ സ്ലോപ്പ് വരാൻ പോകുന്നത് 2/3ൻ്റെ മൈനസ് എടുക്കുക, റെസിപ്രോക്കൽ എടുക്കുക, -3/2. ഓക്കെ, ഇത് ഏതിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്? 1,-2 കടന്നു പോകുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ -2 = -3/2 എക്സിന് പകരം 1 പ്ലസ് സി എന്ന് വെച്ചാൽ സിൻ്റെ വാല്യൂ എന്താ വരിക? -1/2 ആയിരിക്കും. സോ സി = -1/2. ഓക്കെ, സോ ഇതിവിടെ നേരെ റിപ്ലേസ് ചെയ്യാം, -1/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇത് രണ്ടും കൂടി സോൾവ് ചെയ്താൽ മതി. ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്താ വരിക? 3x + 2y + 1 = 0. ഇതാണ് നമ്മുടെ ഒരു ലൈൻ. 3x + 2y + 1 = 0. അടുത്ത ലൈൻ വരാൻ പോകുന്നത് 2x - 3y + 5 = 0. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുക, നമുക്ക് എന്ത് വാല്യൂ കിട്ടും? ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് കിട്ടും. സോ ഇത് രണ്ടും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. ഇവിടെ 1 കൊടുക്കാം, ഇവിടെ -1 കൊടുക്കാം. ശരിയാവില്ലല്ലോ. ഇവിടെ 1 കൊടുക്കാം, ഇവിടെ -1 കൊടുക്കാം. അപ്പോൾ ഇത് 0 ആയിക്കോളും. ഇവിടെ -1 കൊടുക്കാം, ഇവിടെ 1 കൊടുക്കുക. യെസ്, സോ പോയിന്റ് വരാൻ പോകുന്നത് -1,1 ആയിരിക്കും. എക്സും വൈ. ഇതിങ്ങനെ പെട്ടെന്ന് കിട്ടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 3 കൂട്ടി 5 ആണ്. ഇവിടെ 3 2 മൈനസ് ചെയ്താൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1ഉം -1 ഒക്കെ വാല്യൂസുകൾ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. സോ ഈ പോയിന്റ് വരാൻ പോകുന്നത് -1,1. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ആ പോയിന്റ് എന്ന് വെച്ചാൽ ഈ സി എന്നുള്ള സർക്കിളിൻ്റെ സെൻറ്റർ ആയിരിക്കും. അത് എത്ര വരാൻ പോകുന്നത്? 2 ടൈംസ് ഈ വാല്യൂ -1. സോ -2 -1 ചെയ്താൽ നമുക്ക് -3 എന്ന് കിട്ടും. ഓക്കെ, അതിൻ്റെ y കോർഡിനേറ്റ് വരാൻ പോകുന്നത് 2 ടൈംസ് ഓഫ് 1 മൈനസ് -2 എന്ന് വെച്ചാൽ 2 + 2 4 എന്ന് കിട്ടും. 3,4 ആണ് നമ്മൾ പുതിയ സർക്കിളിൻ്റെ സെൻറ്റർ വരാൻ പോകും. ഓക്കെ, സോ അത് ഏതാണ്ട് ഈ പോയിന്റിൽ വരും. ഇത് -3 4 -3,4 എന്നുള്ള ഈ പോയിന്റ് ഇതാണ്. അതിൻ്റെ റേഡിയസ് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കുറച്ചും കൂടി നന്നായിട്ട് വരക്കാം. ഇത് 4, ഇത് -3, ഏതാണ്ട് ഈ പോയിന്റ്. ഏതാണ്ട് ഇങ്ങനെ ഒരു സർക്കിൾ എന്ന് വരും. ഓക്കെ, -3,4. ഇതിൻ്റെ റേഡിയസ് വരാൻ പോകുന്നത് 3 ആണ്. ആ റേഡിയസ് 3 ആയതുകൊണ്ടാണ് ഇതിവിടെ ഈ y ആക്സിൽ ടച്ച് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഇതാണ് സി എന്നുള്ള സർക്കിൾ.
ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ലെറ്റ് എ ബി എ പോയിന്റ് ഓൺ സി സച്ച് ദാറ്റ് ഒ എ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് വെച്ചാൽ ഒ എ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ഇതാണ് പോയിന്റ് എ. ഓക്കെ, ആൻഡ് എ ലൈസ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് സെൻറ്റർ ഓ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് പോയിന്റ്. ഇതാണ് എ എന്നുള്ള പോയിന്റ്. എ എന്നുള്ള പോയിന്റ് എന്ന് വെച്ചാൽ 0,4 ആണ്. ഇനി നമുക്ക് വേറൊരു ബി എന്നുള്ള പോയിന്റ് ഉണ്ട്. ബി എന്നുള്ള ആൽഫ ബീറ്റ എന്നുള്ള പോയിന്റ് ഉണ്ട് സച്ച് ദാറ്റ് ബീറ്റ ഇസ് ലെസ് ദാൻ 4. ഓക്കെ, ബീറ്റ ലെസ് ദാൻ 4 ആണ്. ലൈസ് ഓൺ ദ സി സച്ച് ദാറ്റ് ലെങ്ത് ഓഫ് ദി ആർക്ക് എ ബി ഈസ് 1/6 ഓഫ് ദി പെരിമീറ്റർ ഓഫ് സി. ഇതിൻ്റെ പെരിമീറ്ററിൻ്റെ 1/6 വരുന്ന രീതിയിൽ ഇവിടെ എവിടെയോ ഒരു ബി എന്നുള്ള പോയിന്റ് ഉണ്ട്. സോ എ ബി എന്നുള്ള ലെങ്ത് എന്ന് വെച്ചാൽ ടോട്ടൽ പെരിമീറ്ററിൻ്റെ /6 ആയിരിക്കും. അങ്ങനെ /6 ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്നത് 60 ഡിഗ്രി ആയിരിക്കും. 360/6 എടുത്താൽ 60 ഡിഗ്രി ആയിരിക്കും കിട്ടുക. മാത്രമല്ല ബീറ്റ ലെസ് ദാൻ 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പോയിന്റ് വരാൻ പോകുന്നത് -3,4 ആണ്. അതിനെക്കാട്ടും ഒരിക്കലും മുകളിലേക്ക് വരില്ല, വിച്ച് മീൻസ് അതിൻ്റെ താഴെ ആയിരിക്കും. സോ എ എന്നുള്ള പോയിന്റ് ഇവിടെയാണെങ്കിൽ ബി എന്നുള്ള പോയിന്റ് ഏതാണ്ട് ഇവിടെ ആയിരിക്കും. ഓക്കെ, യെസ്, ബി എന്നുള്ള പോയിന്റ് ഏതാണ്ട് ഇവിടെ ആയിരിക്കും. അത് അവിടെ ആയിരിക്കും. മാത്രമല്ല ഈ ആംഗിള് 60 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിള് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബീൻ്റെ കോർഡിനേറ്റ്സ് കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് കാര്യങ്ങൾ ഭയങ്കര എളുപ്പമായി. സോ ബീൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ കിട്ടും? ഇത് നമുക്ക് അറിയാം, -3,4 ആണ്. -3,4 ആണ് ഈ പോയിന്റ്. ഓക്കെ, ഇത് 60 ഡിഗ്രി ആണ്. ഇതിൻ്റെ റേഡിയസ് വരാൻ പോകുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ലെങ്ത്സ് കണ്ടുപിടിക്കാം. ഇത് 3 ആണെങ്കിൽ ഈ ലെങ്ത് വരാൻ പോകുന്നത് 3 cos 60 ആയിരിക്കും. 3 cos 60 എന്ന് വെച്ചാൽ 3/2 ആയിരിക്കും. ഇത്രയും ലെങ്ത് വരാൻ പോകുന്നത് 3/2 ആയിരിക്കും. ആ ലെങ്ത് 3/2 ആണെങ്കിൽ -3നോട് 3/2 ആഡ് ചെയ്താൽ നമുക്ക് 3/2 -3/2 എന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ എക്സ് വാല്യൂ അഥവാ ആൽഫ വാല്യൂ. ഓക്കെ, ഇനി അടുത്ത ബീറ്റയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ പറയുന്നത്? ഈ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. ഈ ലെങ്ത് എത്ര വരാൻ പോകുന്നത്? അത് 3 sin 60 ആണ്. എന്ന് വെച്ചാൽ 3 × √3/2 ആയിരിക്കും. ഇത് 3 × √3/2 ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഈ പോയിന്റ് വരാൻ പോകുന്നത് 4ൽ നിന്നും 3 √3/2 മൈനസ് ചെയ്യാം. സോ ബീറ്റ, യെസ്, ബീറ്റ എന്താ വരാൻ പോകുന്നത്? 4 - 3 √3/2 ആയിരിക്കും. ഓക്കെ, ഫുൾ /2 അല്ല, 3 √3/2. ഇതാണ് ബീറ്റ. ഇനി ഈ വാല്യൂസ് നമുക്ക് മാറ്റി എഴുതാം. സോ ആൽഫ ഈസ് ഈക്വൽ ടു -3/2, ബീറ്റ ഈസ് ഈക്വൽ ടു 4 - 3 √3/2. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ബീറ്റ -√3 ആൽഫ. അതും കൂടി കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ. ബീറ്റ -√3 ആൽഫ. ബീറ്റ എന്താണ്? 4 - 3 √3/2 -√3 × -3/2. സോ ഈ രണ്ട് ടേംസും കട്ടായി പോയി. ആൻസർ 4. ഓക്കെ, സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. 4 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ അത്ര ഓക്കേഷ് ക്വസ്റ്റ്യൻ ആണ്. ഈ സർക്കിളിൻ്റെ റിഫ്ലക്ഷനൊക്കെ നിങ്ങൾ ഇത് ഈ സെൻറ്റർ കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഈ ക്വസ്റ്റ്യൻ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, എന്നോക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലെറ്റ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിച്ച് ടച്ചസ് ദി എക്സ് ആക്സിസ് അറ്റ് പോയിന്റ് A, 0. ഓക്കെ, എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, A, 0 ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആൻഡ് കട്ട്സ് ഇന്റർസെപ്റ്റ് ഓഫ് ലെങ്ത് B ഓൺ ദി Y ആക്സിസ്. സർക്കിൾ ലൈസ് ബിലോ എക്സ് ആക്സിസ് എന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സർക്കിൾ ഒന്ന് വരക്കാം. ഓക്കെ, ഇന്റർസെപ്റ്റ് ആണല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്കിൾ. ഇതാണ് A, 0 എന്നുള്ള പോയിന്റ്. ഇതിങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ സെൻറ്ററിലെ പോയിന്റും അതിൻ്റെ എക്സ് കോർഡിനേറ്റും A തന്നെ ആയിരിക്കും. ഇനി ഇവിടെ ഇന്റർസെപ്റ്റ്, ഇത്രയും ഇന്റർസെപ്റ്റ് B കട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുള്ളത് ഇതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, അങ്ങനെയെങ്കിൽ 2a, b² എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
സോ നമുക്ക് ഈ സർക്കിളിൻ്റെ സെൻറ്റർ നമുക്ക് -g, -f എന്ന് വിളിക്കാം. ഓക്കെ, ഇത് എന്ത് കേസിലാണ് വരുന്നത്? x² + y² + 2gx + 2fy + c = 0. ഓക്കെ, അതിൽ -g -f ആയിരിക്കും അതിൻ്റെ സെൻറ്റർ വരാം. നമുക്കറിയാം ഇതിൻ്റെ സെൻറ്റർ വരാൻ പോകുന്നത് a തന്നെയാണ്. സെൻറ്ററിൻ്റെ എക്സ് കോർഡിനേറ്റ് വരാൻ പോകുന്നത് a തന്നെയാണ്. എന്ന് വെച്ചാൽ -g എന്ന് വെച്ചാൽ a ആയിരിക്കും. ഓക്കെ, -gൻ്റെ വാല്യൂ a ആണ്. ഇനി നമുക്കറിയാം ഇതിൻ്റെ ലെങ്ത് b എന്ന് വെച്ചാൽ ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് ആണ്. y ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ 2√f² - c. ഓക്കെ, 2√f² - c ഇതാണ് y ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ അതെന്താ വരാൻ പോകുന്നത് ഇവിടെ? യെസ്, 2 × √f². ഇവിടെ ഈ രണ്ട് സംഭവങ്ങൾ കൂടി നമുക്ക് കമ്പയർ ചെയ്താൽ, ഈ ഇക്വേഷൻസ് നമ്മൾ കമ്പയർ ചെയ്താൽ 2g = -α കിട്ടും. 2g = -α. c എന്ന് വെച്ചാൽ ഇവിടെ ഗാമയാണ്. 2f എന്ന് വെച്ചാൽ ബീറ്റയാണ്. എന്ന് വെച്ചാൽ f എന്ന് വെച്ചാൽ β/2. β/2 2 - ഗാമ. ഈ 2 ഉള്ളിലേക്ക് എടുത്തുകൊണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം? √β² - 4 ഗാമ എന്ന് കിട്ടും. അപ്പോൾ ബീൻ്റെ വാല്യൂ കിട്ടി. എൻ്റെ വാല്യൂ എന്താ വരിക? എൻ്റെ വാല്യൂ -g ആണ്. സോ a = -g. ജിൻ്റെ വാല്യൂ എന്താ? ഇവിടെ -α/2 ആണ്. -α/2 എന്ന് വെച്ചാൽ α/2. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? 2a, b² ആണ് ചോദിച്ചിട്ടുള്ളത്. സോ 2a, b² എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 2a എന്ന് വെച്ചാൽ ആൽഫയാണ് കിട്ടുക. b² എന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ സ്ക്വയർ ആണ്, അത് β² - 4 ഗാമയാണ്. സോ 4th ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഒരു സംഭവം അറിഞ്ഞിരുന്നാൽ y ഇൻ്റർസെപ്റ്റ് കാണുന്ന ഇക്വേഷൻ b = 2√f² - c എന്ന് അറിഞ്ഞിരുന്നാൽ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, എന്നോക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഓക്കെ. Let the line x + y = 1 meet the circle x² + y² = 4 at the point a and b. ഓക്കെ, എന്നാൽ നമുക്ക് സർക്കിൾ വരക്കാം. y ആക്സിസ്, x ആക്സിസ്, ഇതിൻ്റെ റേഡിയസ് 2 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് 2 എന്ന് ഞാൻ വെറുതെ ചെറുതായിട്ട് മാർക്ക് ചെയ്യാം. ഇനി x + y = 1 എന്നുള്ളൊരു ലൈൻ ഉണ്ട്. അത് 1,1,1 പാസ് ചെയ്യുന്ന ഇങ്ങനെയുള്ളൊരു ലൈനാണ്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു ലൈനാണ്. സോ ഇത് 2 പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് ബിയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ലൈൻ പെർപെൻഡിക്കുലർ ടു എ ബി. എ ബി എന്നുള്ള ലൈൻ, ഈ എ ബി എന്നുള്ള ലൈൻ്റെ സ്ലോപ്പ് നമുക്കറിയാം, അത് 1 ആണ്. സോറി, -1 ആണ്. അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ഉണ്ട് പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് കോഡ് എ ബി. എന്ന് വെച്ചാൽ ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്. അത് സിയിലും ഡിയിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, അത് സിയിലും ഡിയിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. സി ഡി നമുക്കറിയാം, ഇത് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്ലോപ്പ് 1 ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ അത് x = y ആണ്. ഓക്കെ, x = y ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ADBC എന്നുള്ള ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ. AD ഈ ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതെന്ത് ക്വാഡ്രിലാറ്ററലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു കൈറ്റാണ്. കൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ലെങ്ത്തും ഈക്വൽ ആണ്, ഈ ലെങ്ത്തും ഈക്വൽ ആണ്. ഇതൊരു കൈറ്റാണ്. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? കൈറ്റിൻ്റെ കൈറ്റിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ എടുക്കുക, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എടുക്കുക, ഡബിൾ ചെയ്യുക. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എടുക്കണമെങ്കിൽ നമുക്കറിയാം ഈ സംഭവം എന്ന് വെച്ചാൽ ഡയമീറ്റർ ആണെന്ന് നമുക്കറിയാം. സോ സി ഡി എന്നുള്ള ആ ലെങ്ത് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. സി ഡി എന്നുള്ള ലെങ്ത് എന്താ വരിക? യെസ്,
സി ഡി എന്നുള്ള ലെങ്ത് വരാൻ പോകുന്നത് ഡയമീറ്റർ ആണ്. ഇതിൻ്റെ ഡയമീറ്റർ എത്ര വരും? റേഡിയസ് 2 ആണെന്നറിയാം, ഡയമീറ്റർ 4 ആണ്. സോ സി ഡി ഈക്വൽ ടു 4 ആയിരിക്കും. ഓക്കെ, എ എന്നുള്ള പോയിന്റ്. ഓക്കെ, എ എന്നുള്ള പോയിന്റ് എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കും. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഇതിലേക്കുള്ള ലെങ്ത് അങ്ങ് എടുക്കാം. ആ ലെങ്ത് ആയിരിക്കും എന്ത് വരാൻ പോകുന്നത്? ഇതിൻ്റെ ഹൈറ്റ് വരാൻ പോകുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് വരാൻ പോകുന്നത് ഈ ഒരു ലെങ്ത് ആയിരിക്കും. സോ ആ ലെങ്ത് ഹൈറ്റും കൂടി കണ്ടുപിടിച്ചാൽ മതി. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും, എന്നിട്ട് ഡബിൾ ചെയ്താൽ മതി. സോ ഇനി നമ്മൾ എ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനാണ് ഇത് സോൾവ് ചെയ്യാൻ പോകും. സോ വൈ ഈസിക്കൽ ടു എന്താ വരിക? y ഈസിക്കൽ ടു 1 മൈനസ് എക്സ് ആയിരിക്കും. അത് നമ്മളിവിടെ കൊടുക്കാമാണ് എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4. സോ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, അപ്പോൾ 2x സ്ക്വയർ ആയി. ഇവിടെ മൈനസ് 2x ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട്, ഈക്വൽ ടു 4. സോ 2x സ്ക്വയർ മൈനസ് 2x മൈനസ് 3 ഈക്വൽ ടു 0. സോ എക്സിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് മൈനസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 പ്ലസ് 4 ഇൻറ്റു 6 ചെയ്താൽ 24 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 4. സോ എക്സ് ഇസിക്കൽ ടു ഇത് 28 വരും. 28ൽ നിന്നും 4 എടുത്ത് കളഞ്ഞാൽ അവിടെ 7 ഉണ്ടാവുക. ആ 4 റൂട്ടിൻ്റെ പുറത്ത് പോയാൽ ഇവിടെ 2 വരും, ഇവിടെ 7 വരും. 2ഉം 2ഉം ഇവിടെ 4ഉം കൂടി കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 7/4 എന്ന് കിട്ടും. ഓക്കെ, അതിൽ ഈ വാല്യൂ എന്ന് വെച്ചാൽ 1 പ്ലസ് റൂട്ട് 7/4. സോ എ എന്നുള്ള കോർഡിനേറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ് നമുക്ക് കിട്ടി 1 പ്ലസ് റൂട്ട് 7/4. ഓക്കെ, ബീൻ്റെത് 1 മൈനസ് റൂട്ട് 7/4 ആണ് എക്സ് കോർഡിനേറ്റ് വരാൻ പോകുന്നത്. ബാക്കി നമുക്ക് കെയർ ചെയ്യുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റ് കിട്ടി, ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ഓർ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 എന്നുള്ള ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. അതെന്താ വരാൻ പോകുന്നത്? ഓക്കെ, ഇതിന് വൈ വാല്യൂ കിട്ടണം അല്ലേ? പോയിന്റിന് വൈ വാല്യൂ കൂടി കിട്ടണം. യെസ്, വൈൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 1 മൈനസ് എക്സ് ആണ്. എ വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് ചെയ്താൽ 1 മൈനസ് 1 പ്ലസ് റൂട്ട് 7/4 ചെയ്താൽ എന്ത് വാല്യൂ കിട്ടും? 4 മൈനസ് 1 3 പ്ലസ് റൂട്ട് 7/4. 3 മൈനസ് ആണല്ലേ, 3 മൈനസ് റൂട്ട് 7/4. ഓക്കെ, സോ എ എന്നുള്ള പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടി. 1 പ്ലസ് റൂട്ട് 7/4, 3 മൈനസ് റൂട്ട് 7/4. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു പോയിന്റും ഈ ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ വരിക? ഡിസ്റ്റൻസ് ഡി ഈസിക്കൽ ടു 1 പ്ലസ് റൂട്ട് 7/4 മൈനസ് 3 പ്ലസ് റൂട്ട് 7/4 ഡിവൈഡ് ബൈ റൂട്ട് 2. എന്തുകൊണ്ട് റൂട്ട് എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, സോ ഇവിടെ റൂട്ട് 7 അവിടെ ഉണ്ട്. 1 മൈനസ് 3 എടുത്താൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? ഇവിടെ ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ഇവിടെ 2 ആയിരുന്നല്ലേ, സോറി, ഇതാണ് ഇഷ്യൂ ഒന്ന്. ഇവിടെ 4ന് പകരം 2 ആണ് വരിക. ഓക്കെ, സോ കുറേ സ്ഥലത്ത് ഇവിടെ മാറും. ഇവിടെ 2 ആണ്, ഇവിടെ ഇവിടെ 2 വരും, ഇവിടെ 2 വരും. ഇവിടെ 2 വരും, ഇവിടെ 2 വരും. അപ്പോൾ ഇത് -1 പ്ലസ് റൂട്ട് 7, സോറി -1 മൈനസ് 1 മൈനസ് റൂട്ട് 7/2 ആകും. ഇത് 1 മൈനസ് റൂട്ട് 7/2. ഓക്കെ, അപ്പോൾ ഡി എന്താ വരാൻ പോകുന്നത്? 1 പ്ലസ് റൂട്ട് 7/2 മൈനസ് ഓഫ് 1 മൈനസ് റൂട്ട് 7/2 ഡിവൈഡ് ബൈ റൂട്ട് 2. അപ്പോൾ ഡി ഈസിക്കൽ ടു 1ഉം 1ഉം കട്ടായി പോകും. റൂട്ട് 7 ആഡ് ചെയ്താൽ 2 റൂട്ട് 7 ആകും. 2 റൂട്ട് 7/2 ചെയ്താൽ റൂട്ട് 7/√2. ഇതാണ് ഡിസ്റ്റൻസ് ഡി വരാൻ പോകുന്നത്. ഡി എന്ന് വെച്ചാൽ ഈ ലെങ്ത്. ഓക്കെ, ഇനി ഞാനൊരു സ്മോൾ ഡി എന്ന് വിളിക്കാം. സോ സി ഡി കിട്ടി, സ്മോൾ ഡി കിട്ടി. നമുക്ക് മൊത്തം കോർഡിനേറ്ററിൽ SADBC. സോ 2 ടൈംസ് ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ. ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് വരാൻ പോകുന്നത് സി ഡി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 4 ആണ്, ഇൻറ്റു ഹൈറ്റ് വരാൻ പോകുന്നത് റൂട്ട് 7/√2. സോ ഇവിടെ എന്തൊക്കെ കട്ടായി പോവും?
ഒരു 4ഉം 2ഉം കട്ടായി പോയാൽ 2 വരും, 2ഉം റൂട്ടും കൂടി കട്ട് ചെയ്ത് പോയാൽ റൂട്ട് കിട്ടും, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 7 ചെയ്താൽ റൂട്ട് 14 കിട്ടും. സോ 2 ഇൻറ്റു റൂട്ട് 14 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 2 ഇൻറ്റു റൂട്ട് 14 ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ വരിക? തേർഡ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, സോ നമുക്ക് സർക്കിൾസിൽ ചോദിക്കാൻ പറ്റുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സർക്കിൾ എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും വേറെ ക്വസ്റ്റ്യൻസ് പല വേറെ കണക്റ്റിംഗ് ടോപ്പിക്സിനായിട്ട് വന്നുകൊണ്ട് വേറെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കിൾസ് മാത്രം എടുക്കുകയാണെങ്കിൽ ഈ 6 ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ ഈ ഒരു മൊത്തത്തിലുള്ള ജെയ്മീൻസ് ജാനുവരി 2025 സെഷൻ 1. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ലെറ്റ് എ സർക്കിൾ പാസ് ത്രൂ ദ പോയിന്റ് 4, 2 and 0, 2. ഓക്കെ, 0, 2 എന്നുള്ള പോയിന്റ് ഇവിടെയാണ്, 4, 2 എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. ഇത് 2 ആണ്, ഇത് 4. ഓക്കെ, ഇത് രണ്ടിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ ഉണ്ട്. ആൻഡ് ഇറ്റ് സെൻറ്റർ ലൈസ് ഓൺ 3x + 2y + 2 = 0. അങ്ങനെ ഒരു ലൈൻ ഉണ്ട്, അതിലിരിക്കുന്ന സെൻറ്റർ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഈ 2 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഇങ്ങനെ ഒരു കോഡ് വരച്ചാൽ അതിൻ്റെ പെർപെൻഡിക്കുലറിലൂടെ ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ഇരിക്കുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് കോർഡിനേറ്റ് വെച്ചാൽ 4ൻ്റെയും 0ൻ്റെയും പകുതി ആയിരിക്കും, /2 ആയിരിക്കും. സോ ഈ സർക്കിളിൻ്റെ സെൻറ്റർ നമ്മൾ -g - f എന്ന് വിളിക്കുകയാണെങ്കിൽ -gൻ്റെ വാല്യൂ വരാൻ പോകുന്നത് 2 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ സെൻറ്റർ വരാൻ പോകുന്നത് 2 ആയിരിക്കും. കാരണം 4ൻ്റെയും 0ൻ്റെയും പകുതി 2 ആയിരിക്കും. സോ -2 ആണെങ്കിൽ നമുക്ക് ഈ പോയിന്റ്സ് നമുക്ക് ഇതിലേക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 3x + 2y + 2 = 0 അതിൻ്റെ സെൻറ്റർ ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 3 × -g + 2 × -f + 2 = 0. -2 പകരം 2 കൊടുത്താൽ ഇവിടെ 6 + 2 × -f + 2 = 0. അതായത് 2 × -f = -8 എന്ന് വരും, -f = -4 എന്ന് വരും. എന്ന് വെച്ചാൽ സെൻറ്റർ വരാൻ പോകുന്നത് 2, -4 ആയിരിക്കും. ഇവിടെയാണ് സെൻറ്റർ വരാം. 2, -4 എന്നുള്ള പോയിന്റിലാണ് സെൻറ്റർ വരാൻ പോകുന്നത്. സോ ബേസിക്കലി ഇതിൻ്റെ സർക്കിൾ കണ്ടാൽ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. സെൻറ്റർ 2, -4. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 1, 2 എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അത് ഏതാണ്ട് ഇവിടെ ആയിരിക്കും വരാമോ. 1, 2 എന്നുള്ള പോയിന്റിൽ 1, 2 എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഇത് സെൻറ്റർ ആക്കി വരുന്ന ഒരു കോഡുണ്ട്. വളരെ ചെറിയൊരു കോഡായിരിക്കും, ഇങ്ങനത്തെ ഒരു കോഡുണ്ട്. ഓക്കെ, ഈ കോഡിൻ്റെ ലെങ്ത് എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ സെൻറ്ററിൻ്റെ കോഡിൻ്റെ സെൻറ്റർ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പലർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് t = s1. പക്ഷെ അങ്ങനെ ചെയ്തു പോയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. t = s1 സോൾവ് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ ഓഫ് കോഡ് കിട്ടും. അത് ഇതിനായിട്ട് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റ് കണ്ടുപിടിക്കാം, ഈ പോയിന്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേന് അത്യാവശ്യം നല്ല സമയമെടുക്കും. ഇവിടെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഓക്കെ, ഞാൻ ആ ട്രയാങ്കിൾ ഒന്ന് വരക്കാം. ഇങ്ങനൊരു ട്രയാങ്കിൾ. ഓക്കെ, യെസ്, ഇത് 90 ഡിഗ്രി ആയിരിക്കും. കാരണം കോഡിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയിലായിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യും. സോ ഈ ലെങ്ത് എന്ന് വെച്ചാൽ ഇതിൻ്റെ റേഡിയസ് ആണ്. ഈ ലെങ്ത് എന്ന് വെച്ചാൽ സെൻറ്ററിൽ നിന്നും സെൻറ്റർ ഓഫ് ദി കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഓരോന്ന് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫസ്റ്റ് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കുക? 2 പോയിന്റ്സ് ഉള്ളത്, ഒന്ന് 2, -4. അടുത്ത പോയിന്റ് വരാൻ പോകുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0, 2 എടുക്കാം. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും റേഡിയസ് എന്ന് വെച്ചാൽ. സോ √2² + 6². എന്താ വരാൻ പോകുന്നത്? √40 എന്ന് വരും. അതുപോലെ
ഈ ഒരു ലെങ്ത്, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതിന് ഞാൻ ഡി എന്ന് വിളിക്കാം. ഡി എന്താ വരാൻ പോകുന്നത്? ഡി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് 2 പോയിന്റ്സ് വേണം. ഒന്ന് 2,-4. അടുത്ത കോഡിന്റെ സെന്റർ ആണ്, അത് 1,2. സോ 1,2. സോ ഡിന്റെ വാല്യൂ വരാൻ പോകുന്നത് √2 - 1² 1² + 6². അതിന്റെ വാല്യൂ എന്ത് വരും? √37 വരും. അങ്ങനെയെങ്കിൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോഡിന്റെ ഡിസ്റ്റൻസിന്റെ പകുതി കിട്ടും. സോ കോഡിന്റെ ഡിസ്റ്റൻസ് വരികയാണെങ്കിൽ ഡിസ്റ്റൻസിന് ഞാൻ ഒരു കെ എന്ന് വിളിക്കാം. സോ കെ = 2 ടൈംസ് √14² - √37². സോ 2√3 ആയിരിക്കും റൈറ്റ് ആൻസർ. തേർഡ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. 2√3 ആണ് ഈ ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവിടെ 1,2 ഒക്കെ വെച്ചുകൊണ്ട് ഇത് കോഡിന്റെ സെൻറ്ററിലാണെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ആ T=1 എടുക്കാൻ പോകരുത്. അതെടുത്താൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പകരം പൈതഗോറസിനെ എടുത്തുകൊണ്ട് ചെയ്യും. സോ തേർഡ് ഓപ്ഷൻ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. അതോടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ JEE വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ഡിസ്കഷൻ നമ്മളിവിടെ എൻഡ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത കോണിസേഷൻസിൻ്റെ അടുത്ത ചാപ്റ്റേഴ്സ് നോക്കാം. അടുത്ത പാരാബോള എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം.